കഴിഞ്ഞ 10 വർഷത്തെ വ്യവസായ മേഖലയിലെ മാറ്റങ്ങളാണ് ഇവിടെ ശ്രീ മുഹമ്മദ് ഖനീഷ് അവതരിപ്പിച്ചത്. ആ നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അതൊരു തുടർച്ചയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നയങ്ങളുടെ തുടർച്ച, നിലപാടുകളുടെ, നടപടികളുടെ തുടർച്ചയാണ്. അതിൻ്റെ ഒരു കേരളത്തിലെ ഈ വ്യവസായ മേഖലയിലെ മുന്നേറ്റത്തിൻ്റെ ഒരു രത്ന ചുരുക്കം ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളതാണ്. ഏതെങ്കിലും വൻകിട ഫാക്ടറികൾ മാത്രമല്ല, നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം മുതൽ വലിയ ബിഗ് ഇൻഡസ്ട്രീസ് വരെ. ഇൻക്ലൂസീവ്നെസ്, ഉദ്യം രജിസ്ട്രേഷൻ നോക്കിയാൽ ഞങ്ങൾ 2021 തുടങ്ങുമ്പോൾ 85,000 ഉണ്ടായിരുന്നുള്ളൂ ഉദ്യം. ഇപ്പോൾ 16,85,000. അതിൽ 48% വുമൺ ഓൺട്രപ്രണേഴ്സാണ്. അതാണ് ഇൻക്ലൂസീവ്നെസ്സിൻ്റെ മറ്റൊരു ഭാഗം. പിന്നെ മാർജിനലൈസ് സെക്ഷൻ എന്നൊക്കെ കണക്കാക്കപ്പെടുന്നവരും ഓൺട്രപ്രണർഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മോട്ടോയിൽ പ്രതിഫലിക്കുന്നത് പോലെ നേച്ചറുമായി ചേർന്നിട്ടാണ്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യത്തെ ESG, എൻവയോൺമെൻ്റൽ സോഷ്യൽ ഗവേണൻസ് പോളിസി അഡോപ്റ്റ് ചെയ്ത സംസ്ഥാനമായി കേരളം മാറിയത്. അത് നമ്മുടെ മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ്. ഈ ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ അത് ഇനി എങ്ങനെ കൊണ്ടുപോകണം എന്നതാണ് അടുത്ത 2031 യാത്രയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദ്ഘാടന പുസ്തകം ഇവിടെ നിർത്തി ഞാൻ വിഷൻ 2031 പ്രവേശിക്കുകയാണ്. നെക്സ്റ്റ്. വളരെ കൃത്യമാണ് നമ്മുടെ മുദ്രാവാക്യം. കേരളത്തെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയം ഇൻഡസ്ട്രിയൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റുക. അതിന് സ്ട്രാറ്റജിക് റിഫോംസ്, പുതിയൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ പാലക്കാട്, കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പോലെ കേരളത്തിനകത്തുള്ള ഇൻഡസ്ട്രിയൽ ഡെഡിക്കേറ്റഡ് കോറിഡോർസ്. പിന്നെ കേരളത്തിൻ്റെ വ്യവസായത്തിൻ്റെ ഒരു പ്രത്യേകത നോളജ് ബേസ്ഡ് ആയിരിക്കും. നമ്മുടെ സ്ട്രെങ്ത് അവിടെയാണ്. ഹൈലി ടാലൻറ്റഡ് പൂളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്നുള്ളത്. ആ സ്ട്രെങ്ത് വെച്ചുകൊണ്ടുള്ള ഇന്നോവേഷൻ ഹബ്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്, ഇത് വച്ചിട്ടാണ് നമ്മൾ 2031 യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്സ് ആണ്. നമുക്ക് നേരത്തെ തന്നെ ഒരു കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ആക്ട് ഉണ്ട്, വളരെ പഴയതാണ്. ഒന്നുകിൽ അത് ഭേദഗതി ചെയ്തിട്ടോ അല്ലെങ്കിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നോ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പുകൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം നൽകും. അവന് ടൗൺഷിപ്പ് അതോറിറ്റീസ് ഉണ്ടാകും. സ്പെഷ്യൽ സ്റ്റാറ്റസ് ബെനിഫിറ്റും ഈ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പിൽ വരുന്ന വ്യവസായങ്ങൾക്ക് നൽകുന്ന ഒരു പ്രത്യേക പദ്ധതിയാണ് 2031 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. നെക്സ്റ്റ്, നമുക്ക് പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ സ്കില്ലാണ്. അതിന് ഒരു PPP മോഡലിൽ കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിരിക്കും. ഇതിൻ്റെ നടത്തിപ്പെല്ലാം ഇൻഡസ്ട്രി ആയിരിക്കും. ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് ഏതോ ആ സ്കില്ലിനുള്ള കോഴ്സുകൾ അവർക്ക് പ്ലാൻ ചെയ്യാം, അവർക്ക് നടത്താം. യൂണിവേഴ്സിറ്റിയുടെ അതിനാവശ്യ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്ന ബില്ലിൻ്റെ കരട് ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ നമ്മുടെ നോളജ് ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻ്റ് എന്ന നിലയിൽ അത് പ്ലാൻ ചെയ്യുന്നു. അതോട് ചേർന്നിട്ടാണ് ഇൻഡസ്ട്രി R&D ഇൻസ്റ്റിറ്റ്യൂട്ട് ലിങ്കേജ്. നമുക്ക് കുറേ ഒരു ഇക്കോസിസ്റ്റം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കുറേ കൂടി ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. നാം ഫോക്കസ് ചെയ്ത 22 മേഖലകളിലേക്കുള്ള R&D ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മാറ്റാൻ കഴിയണം. അവന് ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ വേണം, ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ വേണം. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അനിവാര്യമാണ്. അതിൻ്റെ തുടർച്ചയാണ് കണക്ട് ടു കോളേജ് എന്നുള്ളത്. കോളേജിൽ എൻഹാൻസ് എംപ്ലോയബിലിറ്റി, ഫോസ്റ്റർ ടാലൻറ്റ് ഡെവലപ്മെൻറ്റ്, സ്ട്രെങ്തൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊളാബറേഷൻ. അതേപോലെ തന്നെ ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് സ്റ്റുഡൻസിന് കൊടുക്കുന്നു. പ്രൊജക്റ്റുകൾ ഇൻഡസ്ട്രി കോളേജുകൾക്ക് കൊടുക്കുന്നു. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യും. ഇൻഡസ്ട്രിക്കും ഈ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വരുന്നിട്ടുള്ള അറിവിനെ
ട്രാൻസ്ഫോം ചെയ്യാനായി, ട്രാൻസ്ലേറ്റ് ചെയ്യാനായി കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം അത് ശക്തിപ്പെടുത്തുന്നതിൽ ഇൻഡസ്ട്രിയും പങ്കുചേരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ്. ദെൻ വിഴിഞ്ഞം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ OAGC. അതിൽ വിഴിഞ്ഞം സ്ട്രാറ്റജിക് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് വിത്ത് യൂണിക് ലാൻഡ് യൂസ് പ്ലാനിംഗ്, മംഗലപുരം കിളിമാനൂർ കല്ലമ്പലം നെടുമങ്ങാട് കണക്റ്റഡ് നെറ്റ്വർക്ക്, വെമ്പായം ട്രാൻസ്പോർട്ട് കോറിഡോർ ഇൻ്റഗ്രേഷൻ പോയിന്റ്, കോവളം ടൂറിസം ഇൻ്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് സോൺ, കാട്ടാക്കട ലോജിസ്റ്റിക് ആൻഡ് മാനുഫാക്ചറിംഗ് ഹബ് ആൻഡ് റീജിയണൽ ബിസിനസ് സെൻറ്റർ. ഈ രൂപത്തിലുള്ള ഒരു ഗ്രോത്ത് കോറിഡോറാണ്. ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ ലാൻഡ് ഏറ്റെടുക്കാൻ കിഫ്ബി പ്രത്യേക ഒരു കമ്പനി നേരത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കോറിഡോറുമായി ബന്ധപ്പെട്ട് LSCD ആണ് അതിൻ്റെ ഭരണവകുപ്പ്. എങ്കിൽ വ്യവസായ വകുപ്പുമായി ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ദെൻ വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ 1456 സ്ക്വയർ കിലോമീറ്റർ, 1700 ഏക്കർ. അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അക്രോസ് തിരുവനന്തപുരം കൊല്ലം ഈ വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ പൂർണ്ണമായി ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ആ കോറിഡോർ ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ കേരളത്തിന് ഏറ്റവും വലിയ സാധ്യത ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൂടി കണക്കിലെടുത്തുകൊണ്ട് GCCs ആണ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ IT മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രധാന ഇൻഷുറൻസ് കമ്പനി പറഞ്ഞത് വെറ്റിനറി ഡോക്ടർമാരുടെ ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എംപ്ലോയർ ഞങ്ങളാണ്. എന്നുവെച്ചാൽ അവരുടെ കീഴിലാണ് ഏറ്റവും കൂടുതൽ വെറ്റിനറി ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. കാരണം ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം അലോപ്പതി ഡോക്ടർമാരും നല്ലൊരു പങ്ക് ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ IT മാത്രമല്ല, മാനുഫാക്ചറിങ് GTCs ഗ്ലോബൽ ടെക്നോളജിക്കൽ സെൻറ്റർ, അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റി തീർക്കാം എന്നാണ് ഈ 2039 പ്ലാൻ വിഭാവനം ചെയ്യുന്നത്. ദെൻ ഡെഡിക്കേറ്റഡ് ഇന്നോവേഷൻ പാർക്സ്, ഗ്ലോബൽ നേരത്തെ പറഞ്ഞ GCCയും GTCക്കും പറ്റുന്ന രൂപത്തിലുള്ള ഡെഡിക്കേറ്റഡ് ഇന്നോവേഷൻ പാർക്സ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് രൂപീകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രത്യേകത എല്ലാ പ്രദേശവും ഇതിൻ്റെ ഭാഗമാണ്, മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ. ഇപ്പോൾ ഒരു പുതിയ പ്രവണത വരുന്നത്, നേരത്തെ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നാണ്. ആ നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ ക്ഷീണിച്ചു, കാരണം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പ്രവണത, ഇപ്പോൾ തിരുവനന്തപുരത്തിൽ ഉദ്ഘാടനം ചെയ്താൽ കൊച്ചിക്കാരും കോഴിക്കോട്ടുകാരും പറയും എല്ലാം തിരുവനന്തപുരത്താണ്, വേറെ എങ്ങും നടക്കുന്നില്ല. കൊച്ചി ഉദ്ഘാടനം ചെയ്താൽ അപ്പം ചിലർ ഇറങ്ങും, കൊച്ചിയിലാണ് എല്ലാം, വേറെ ഒന്നും നടക്കുന്നില്ല. കോഴിക്കോടാണെങ്കിൽ അപ്പം ഇറങ്ങും, ഇവിടെ ഒന്നും വേറെ നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും നടക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര ഓടില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ തലശ്ശേരിയിൽ ഒരു ഫിലിം ഫെസ്റ്റിവലിന് പങ്കെടുത്തപ്പോൾ അവിടെ പറഞ്ഞു ആദ്യത്തെ ഈ IFFKയുടെ ആദ്യം കോഴിക്കോടായിരുന്നു 95-ൽ അവിടെ തുടങ്ങിയത്. 96-ൽ തിരുവനന്തപുരത്ത് കൊച്ചിയിലായിരുന്നു. പിന്നെ തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൊച്ചിയിൽ നിന്ന്, ഞങ്ങൾ വിദ്യാർത്ഥിയായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഇത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഗോവ സ്ഥിര സെൻറ്ററായ പോലെ IFFK ഒരു സ്ഥിര സെൻറ്റർ വേണമെന്ന് കണ്ടു. അന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു തിരുവനന്തപുരം ആകട്ടെ, ഇതാ പറഞ്ഞത്. അപ്പോൾ ഉടൻ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് വരില്ല, പല പേരിലാണ് ഈ തിരുവനന്തപുരത്തിലെ എല്ലായിടത്തും തന്നെയാണ്, കൊച്ചിയിലുണ്ട്, കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ ഈ ഭാഗത്ത് ചില രാഷ്ട്രീയ പാർട്ടി ഇത്തരം ഗ്രൂപ്പുകൾ വെച്ചിട്ടാണ്. അവർ പറഞ്ഞത് ആ മന്ത്രി, ഒരു ക്യാബിനറ്റ് മന്ത്രി തന്നെ ഫിലിം ഫെസ്റ്റിവൽ അങ്ങോട്ട് കൊണ്ട്, 96-ൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഫിലിം ഫെസ്റ്റിവൽ കണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ചില പ്രത്യേക ശക്തികൾ എല്ലായിടത്തും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തേക്കും ഈ പദ്ധതികൾ വരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ മൊത്തം പ്രത്യേകത. ദെൻ എയ്റോ ഡിഫൻസ് ആൻഡ് ഡ്രോൺ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ തിരുവനന്തപുരം. നെക്സ്റ്റ്, ഈ ഡ്രോണിൻ്റെ കാര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ അത്ഭുതകരമായ ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. സൂയിസൈഡ് ഡ്രോൺസ്, അതിവേഗതയിൽ പോകുന്ന ഡ്രോൺസ്, നമ്മുടെ റേസ് ചെയ്യുന്ന കാറുകളേക്കാൾ വേഗത്തിൽ പോകുന്ന ടോയ് കാർസ്, അതേ വേഗതയിൽ പോകുന്ന ഡ്രോണുകൾ, ഉക്രൈന് വരെ പോകുന്ന സൗദി ഡിഫൻസിലേക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകളെല്ലാം കേരളത്തിലെ ചെറുപ്പക്കാർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എയ്റോ ഡിഫൻസിൻ്റെയും ഡ്രോണിൻ്റെയും ഒരു ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ തിരുവനന്തപുരത്ത് വേണം എന്നുള്ളതാണ് വിഷൻ പ്ലാൻ ചെയ്യുന്നത്. ദെൻ കോഴിക്കോട് മലപ്പുറം ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ. കോഴിക്കോട് ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ കോഴിക്കോട് സൈബർ സ്പേസിൽ ഒട്ടും ആരും ഉണ്ടായിരുന്നില്ല, മരുഭൂമി പോലെയാണ്.
KSIDCയുടെ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു മലബാർ റീജിയണൽ ഓഫീസ് അവിടെ ആരംഭിച്ചു. അന്ന് ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, ഒരു ആങ്കർ ഇൻഡസ്ട്രി വേണം. യഥാർത്ഥത്തിൽ IT വേറെ വകുപ്പാണെങ്കിലും തിരുവനന്തപുരത്ത് ഞാൻ മന്ത്രിയായതിനു ശേഷം ആദ്യം ചെയ്തതാണ് കിൻഫ്രയുടെ എത്ര ലക്ഷം ടാറ്റ എലക്സിക്ക് ആദ്യം കൊടുത്തത് 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് വൈസ്രോയ വകുപ്പിന്റെ സ്ഥലമാണ്. ആദ്യം തന്നെ സ്ഥലമില്ല, ഇനി അടുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടാറ്റ എലക്സി ഒരു ചെറിയ ഭാഗം കോഴിക്കോട് ആരംഭിച്ചു. ഇപ്പോൾ അവിടെ ഫുൾ സൈബർ പാർക്ക് ഫുള്ളായി കഴിഞ്ഞു. അവിടെ കോഴിക്കോട് മലപ്പുറം ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ, അതിൽ ബയോടെക് ആൻഡ് ലൈഫ് സയൻസ് ക്യാമ്പസ്, ESTM ഇലക്ട്രോണിക്സ് മേഖല ആൻഡ് പവർ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ക്യാമ്പസ്, അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളും അവിടെ വികസിപ്പിക്കുന്നു. ദെൻ കോഴിക്കോട് മലപ്പുറം ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ അരേന മലബാർ, ഇതിൻ്റെ ഭാഗമായി തന്നെ സ്പോർട്സ് നല്ല സാധ്യതയുള്ളതാണ്. അവൻ്റെ സ്പോർട്സ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്, സ്പോർട്സ് മെഡിസിൻ ആൻഡ് വെൽനസ്, ഹൈ പെർഫോമൻസ് ട്രെയിനിങ് ആൻഡ് സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇവൻറ്റ്സ്, അതെല്ലാം കോഴിക്കോട് മലപ്പുറം ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരും. ദെൻ കണ്ണൂർ കാസർഗോഡ് ഇൻഡസ്ട്രിയൽ കോറിഡോർ, ഇവിടെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്ന മേഖലകളിൽ ഒന്ന് കണ്ണൂരാണ്. കാസർഗോഡ് നമ്മളിപ്പോൾ 2 പുതിയ പാർക്കുകൾ IT നമുക്ക് വ്യവസായത്തിന് കിട്ടിയിട്ടുണ്ട്. 2000 ഏക്കറിലേക്ക് വരുന്ന ഒരു കണ്ണൂർ കാസർഗോഡ് ഇൻഡസ്ട്രിയൽ കോറിഡോർ 2031 അതിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, ഫിൻടെക്, IT ആൻഡ് ITS, AI, റോബോട്ടിക്സ്, ടെക്സ്റ്റൈൽസ്, ഹാൻഡ്ലൂം ആൻഡ് ലോജിസ്റ്റിക്, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും. ദെൻ മെഗാ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് കൊല്ലം, സ്പൈസ് പ്രോസസ്സിംഗ്, സീ ഫുഡ് ഹബ്ബ്, കോക്കനട്ട് പ്രൊഡക്ട്സ്, കാഷ്യൂ പ്രൊഡക്ട്സ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെഗാ ഫുഡ് പ്രോസസ്സിംഗ്. ദെൻ മാരിടൈം ആൻഡ് മറൈൻ പാർക്ക് ആലപ്പുഴ, മാരിടൈം ബയോടെക്നോളജി, മാനുഫാക്ചറിങ്, ബ്ലൂ എക്കണോമിയുടെ ഒരു EU കോൺക്ലേവ് നമ്മൾ അടുത്തിടെ സംഘടിപ്പിക്കുകയുണ്ടായി. നിരവധി യൂറോപ്യൻ കമ്പനികൾ കേരളത്തിൽ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സന്നദ്ധമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാരിടൈം ആൻഡ് മറൈൻ പാർക്ക് ആലപ്പുഴയിൽ വികസിപ്പിക്കാമെന്നാണ് കാണുന്നത്. ദെൻ ഒരു വെർച്വൽ വീഡിയോ കൂടി ഇതിന് ശേഷം കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗതയിൽ പോകുന്നുണ്ട്. മെഡിക്കൽ ബയോടെക് ഹബ് തിരുവനന്തപുരം 500 ഏക്കറിൽ ലൈഫ് സയൻസ് പാർക്കിനോട് ചേർന്ന് ഫോക്കസ് ഏരിയാസ് വാക്സിൻ ഡെവലപ്മെൻ്റ് ആണ്, അതിൻ്റെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ വൈസ് മിനറൽസിൻ്റെ പ്രൊഡക്ഷൻ, ന്യൂട്രോസ്യൂട്ടിക്കൽസ്, ഇപ്പോൾ തന്നെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ ന്യൂട്രോസ്യൂട്ടിക്കൽസ് നമ്മളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫർദർ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ദെൻ മെഗാ ഇൻഡസ്ട്രിയൽ സിറ്റി ഇൻ കോട്ടയം, അത് ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് ആയിരിക്കും. നമ്മുടെ പാലക്കാട് പറയുന്ന പോലെ തന്നെ ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ്, സ്മാർട്ട് സിറ്റിയാണ്. ഏകദേശം ഒരു 52% മാത്രമാണ് ഇൻഡസ്ട്രി ഉണ്ടാവുള്ളൂ. ബാക്കി അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങൾക്കാണ് ബാക്കി സ്ഥലം വിനിയോഗിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ടത് MSMEകൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. 1500 മുതൽ 2000 ഏക്കർ വരെയുള്ള സ്ഥലത്താണ് അത് വിഭാവനം ചെയ്യുന്നത്. ദെൻ റോബോട്ടിക്സ് പാർക്ക് തൃശ്ശൂർ, ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, റീജിയണൽ ഹബ് വിഷൻ, അവിടെ ചെറിയൊരു പാർക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അത് കുറേ കൂടി വികസിതമായി മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് കൂടി കൊണ്ടുവരുന്ന സംവിധാനമാണ് വിഭാവനം ചെയ്യുന്നത്. ദെൻ ജെം ആൻഡ് ജ്വല്ലറി പാർക്ക് തൃശ്ശൂർ, ഇപ്പോൾ കിൻഫ്രയുടെ പുഴയ്ക്കൽ പാടം ജെം ആൻഡ് ജ്വല്ലറി പാർക്കായി വികസിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ജോയിൻറ്റ് വെഞ്ചറും ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ദെൻ കോഫി പാർക്ക് വയനാട്, ഒരു വാല്യൂ ചെയിൻ എൻഹാൻസ്മെൻ്റ് ആണ്, ഇന്നൊവേഷൻ സെൻറ്റർ, അതോടൊപ്പം തന്നെ ടൂറിസവും കൂടി ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് വയനാട് കോഫി ബ്രാൻഡ് ചെയ്ത് പോകുന്നതിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ മറ്റ് നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ദെൻ സ്പൈസസ് പാർക്ക് എക്സ്പാൻഷൻ ഇടുക്കിയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് ഫേസ് വാല്യൂ അഡീഷനും ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സപ്പോർട്ട് സിസ്റ്റം ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജായി 2031 വിഭാവനം ചെയ്യുന്നു. ദെൻ സർക്കുലർ ഇക്കണോമി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പത്തനംതിട്ട, അത് വേസ്റ്റ് ടു റിസോഴ്സ് മോഡലായിരിക്കും, ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും, ഒരു ഇന്നോവേഷൻ ഹബ് എന്ന രൂപത്തിലാണ് അത് വിഭാവനം ചെയ്യുന്നത്. ദെൻ ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ് തിരുവനന്തപുരം, നേരത്തെ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ലോകത്തിലെ പല ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സും ഇവിടെ നിന്നുള്ള സോഫ്റ്റ്വെയർ സൗകര്യങ്ങൾ അവരുടെ സോഫ്റ്റ്വെയർ ഡ്രിവൺ കാറുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റുക. EV അലൈഡ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇപ്പോൾ KIL ചില ജോയിൻറ്റ് വെഞ്ചറുകൾ ആരംഭിച്ചിട്ടുണ്ട്. KILുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു EV അലൈഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നതാണ് വിഭാവനം ചെയ്യുന്നത്. ദെൻ ഗ്രഫീൻ അറോറ പ്രൊജക്ട്
അത് ഡിഫൻസ് പാർക്ക് പാലക്കാട്. അതിന് ആദ്യത്തെ സംവിധാനം കിൻഫ്രയുടെ കളമശ്ശേരിയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഗ്രഫീൻ അറോറ പ്രൊജക്റ്റ് പാലക്കാട് ആരംഭിക്കുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രൊജക്റ്റ്, ഇത് വളരെ നമ്മുടെ ദാവോസിലെ വെഫ് അംഗീകരിച്ച പ്രൊജക്റ്റാണ്. സ്ട്രാറ്റജിക് ഫോക്കസ് ഉള്ളതാണ്. വാല്യൂ ചെയിൻ ഇൻ്റഗ്രേഷൻ, റിസോഴ്സ് അഡ്വാൻറ്റേജ്, ഡീകാർബണൈസേഷൻ ഗോളാക്കി വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. ഐ തിങ്ക് മിസ്റ്റർ സഞ്ജീവ് ഖന്ന ഹാസ് മെൻഷൻ their plan to join with this scheme, the BPCL scheme. I hope he can explain that part also. Then comprehensive development initiatives, that is cooperative industrial parks, airport based development, airport not ചേർന്ന്. വെൽക്കം മിസ്റ്റർ രമേശ് കണ്ണൻ. എയർപോർട്ട് ബേസ്ഡ് ഡെവലപ്മെൻറ്റും ഇതിൻ്റെ ഭാഗമായി തന്നെ നാം വിഭാവനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് ചേർന്ന് IT പാർക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരം അദാനി ഗ്രൂപ്പിന് അവരുടെ IKGS അവർ പ്രഖ്യാപിച്ച ആദ്യത്തേത് മുഖ്യമന്ത്രി കല്ലിട്ടു, അതാണ് കളമശ്ശേരി. രണ്ടാമത്തേത് അടുത്ത ദിവസം വിഴിഞ്ഞത്തിൻ്റെ സെക്കൻഡ് പാർട്ട് റെഡിയായിരിക്കുന്നു. മൂന്നാമത്തെ അവർ പ്രഖ്യാപിച്ചത് എയർപോർട്ടിൻ്റെ 5,000 crores എക്സ്പാൻഷനാണ്. അതും ഓൾമോസ്റ്റ് നിർമ്മാണത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. അതുപോലെ അൺലോക്കിംഗ് ഓഫ് ലാൻഡാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. PSUവിൻ്റെ ലാൻഡ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനൊരു ജനറലായിട്ടുള്ള പോളിസി ഇപ്പോൾ ഓരോ ബോർഡിനും നമ്മൾ അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജനറലായിട്ടൊരു പോളിസി ഡെവലപ്പർമാരെ വെച്ചിട്ട് വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻ നിർമ്മിതികൾ വഴി വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി 2031 വിഭാവനം ചെയ്യുന്നു. ഓപ്റ്റിമൈസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലാൻഡ്, കാലങ്ങളായിട്ട് 60-കൾ മുതലുള്ള സൊസൈറ്റികളുടെ ലാൻഡ് വെറുതെ കിടക്കുന്നുണ്ട്. കയർ സൊസൈറ്റി, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാം ലിക്വിഡേഷൻ ഒരു ദൈർഘ്യമേറിയ പ്രോസസ്സാണ്. അത് സിംപ്ലിഫൈ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ലാൻഡ് പൂളിംഗ്, നമ്മളുടെ ഇൻഫോ പാർക്കിൻ്റെ phase 3 വേണ്ടി ലാൻഡ് പൂളിംഗ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തും വിഴിഞ്ഞത്തിന് വേണ്ടി ലാൻഡ് പൂളിംഗ് പ്രക്രിയ തുടങ്ങുകയാണ്. അപ്പോൾ ലാൻഡ് പൂളിംഗ് ഒരു പ്രധാനപ്പെട്ടതാക്കി മാറ്റും. ദെൻ വെർട്ടിക്കൽ ഇന്നൊവേഷൻ മൾട്ടി സ്റ്റോറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്, കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഈ വെർട്ടിക്കലായിരിക്കും, മൾട്ടി സ്റ്റോറി. നെക്സ്റ്റ്, ഹോം ആസ് ബിസിനസ് ബേസ് സ്കീം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ചട്ടത്തിൽ ഭേദഗതി ചെയ്തു. വീടിൻ്റെ 50% റെഡ് അല്ലാത്ത വൈറ്റ് അതുപോലെ ഗ്രീൻ കാറ്റഗറി പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒഴിഞ്ഞു കിടക്കുന്ന വീടാണെങ്കിൽ 100% ഉപയോഗിക്കാം. അതാണ് ചൈനയുടെ മോഡലിൽ നമുക്ക് എല്ലാ വീടും ഒരു ചെറിയ സംരംഭക കേന്ദ്രമാക്കി മാറ്റാം. ഇപ്പോൾ കെൽട്രോൺ KPP നമ്പ്യാർ വിഭാവനം ചെയ്യുമ്പോൾ പ്രധാന കേന്ദ്രം പിന്നെ ചെറിയ ചെറിയ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ കെൽട്രോൺ അവരുടെ ഇലക്ട്രോണിക് മേഖലയിൽ മുന്നേറുമ്പോൾ ചെറിയ കമ്പോണൻസ് വീടുകൾ ചെയ്യാം. മിസ്റ്റർ രമേശ് കണ്ണൻ ഇസ് ഹിയർ. കെയ്ൻസ് ലോകപ്രശസ്ത കമ്പനിയാണ്. അവർ പെരുമ്പാവൂർ ഇൻഡസ്ട്രിയൽ പുതിയ ഇലക്ട്രോണിക്സ് യൂണിറ്റ് ആരംഭിക്കുകയാണ്. ചെറിയ കമ്പോണൻറ്റുകൾ വേണോ വീടുകളിലേക്ക് ചെയ്യിക്കാൻ പറ്റും. അതൊരു ഭാഗത്ത്. അല്ലാതെ തന്നെ ഇനി IT വേണോ, 2-3 കമ്പ്യൂട്ടർ ഒരു വീട്ടിലിടാം. അമേരിക്കയുടെ കണക്ക് അവിടെ നോക്കി കൊടുക്കാം. അപ്പോൾ ഇത് പരമാവധി ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ദെൻ DIC. നെക്സ്റ്റ്, മിഷൻ 1 lakh. നേരത്തെ മിഷൻ 1000 നിങ്ങൾക്കറിയാം, 1000 ഇൻഡസ്ട്രീസ് വിത്ത് 100 crore turnover, ദാറ്റ് ഈസ് 1 lakh crore turnover. പിന്നെ MSMEകൾ നേരത്തെ ഞാൻ 10,000 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ വുമൺ ഓൺടർപ്രണേഴ്സിൻ്റെ സമ്മിറ്റിൽ അതൊന്നുകൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് കണ്ടു. 1 ലക്ഷം MSMEകൾ, നാനോ 1 കോടി ടേൺ ഓവർ ശരാശരി. അപ്പോൾ 1 ലക്ഷം ചെറിയ യൂണിറ്റ്, 1 കോടി ടേൺ ഓവർ. ദാറ്റ് മീൻസ് 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. ആ മിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കും. 50 ലക്ഷത്തിൽ അതിന് മുകളിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങളെ 1 കോടിയിലേക്ക് ഉയർത്തുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതി ഇതിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കും. ദെൻ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് 50 എണ്ണം, 10 എണ്ണം ആയി കഴിഞ്ഞു. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഏകദേശം 40 100 എണ്ണം.
ദെൻ പ്രവാസി ഇൻഡസ്ട്രിയൽ പാർക്ക്, NRIക്കാർക്ക് വേണ്ടി മാത്രം 25 പ്രവാസി ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കൂടി 2031 വിഷന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുകയാണ്. ദെൻ പഞ്ചായത്ത് ലെവലിൽ എല്ലാ പഞ്ചായത്തിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ പാർക്സ് ലോക്കലായിട്ട് ഉപയോഗിക്കാവുന്നത്. അടുത്തത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക്, വുമൺ ഇൻഡസ്ട്രിയൽ പാർക്ക് 2031 ഭാഗമായി പ്രഖ്യാപിക്കുന്നു. നേരത്തെ പിങ്ക് പാർക്ക് എന്ന് ഉദ്ദേശിച്ചത്, അപ്പോൾ അതിൽ 2 അഭിപ്രായക്കാരുണ്ട്. പിങ്ക് തന്നെയായിട്ട് ചുരുക്കണോ, എന്തായാലും വനിതാ വ്യവസായ പാർക്ക് എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ്. ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ പാർക്ക്, പരമ്പരാഗത വ്യവസായത്തിൻ്റെ വാല്യൂ അഡീഷന് വേണ്ടി ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ പാർക്ക്. ദെൻ സ്ട്രെങ്തനിങ് ഹെറിറ്റേജ് ആൻഡ് ക്വാളിറ്റി, GI ടാഗ് പ്രൊട്ടക്ഷൻ, കൊല്ലം കാഷ്യൂ, ആലപ്പി കയർ, അത് ലോക വിപണിയിലേക്കുള്ള ഒരു പ്രധാന ഒന്നായിട്ട് നമ്മൾ മാറ്റും. ദെൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സപ്പോർട്ട്, MSMEകൾക്ക് വേണ്ടി ഒരു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, അതാണ് 2031 പ്രത്യേകമായ പ്രഖ്യാപനം. അവർക്ക് ഫിനാൻസിങ്ങിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന് ഗ്രോത്ത് ക്യാപിറ്റലിന് വേണ്ടി, 2 സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. ഇപ്പോൾ നമ്മൾ EST നയം വന്നു, അതിൻ്റെ പ്രാക്ടീസിലേക്ക് പോകാൻ ആവശ്യമായ ഫണ്ടിങ്. പിന്നെ ബ്രിഡ്ജ് ഫണ്ടിങ്, ദാറ്റ് ഈസ് 4.0 ടെക്നോളജിക്കൽ റെവല്യൂഷൻ്റെ അഡോപ്ഷന് വേണ്ടിയുള്ള ബ്രിഡ്ജ് ഫണ്ടിങ്ങും ഈ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കും. സ്കീം ഫെസിലിറ്റേഷൻ സെല്ലുണ്ടായിരിക്കും അതിനുവേണ്ടി പ്രത്യേകം. MSME ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ, ഒരു 5 വർഷത്തെ മിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് MSMEകളെ ഈ പറയുന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു മിഷൻ ഈ വിഷൻ 2031 ഭാഗമായിട്ട് പ്രഖ്യാപിക്കുന്നു. ദെൻ കിൻഫ്ര, കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ലാൻഡ് ബാങ്ക് ആൻഡ് GIS ട്രാൻസ്പെറൻസി, 10 സെക്ടർ വൈസ് പാർക്കുകൾ കിൻഫ്ര ഈ അടുത്ത 5 വർഷം കൊണ്ട് രൂപീകരിക്കും. 10 ചെറിയ ഫുഡ് പാർക്കുകൾ അവർ നിർമ്മിക്കും. പിന്നെ ക്ലൈമറ്റ് റീസൈലൻസ് ഇൻഫ്രാസ്ട്രക്ചർ അത് ശക്തിപ്പെടുത്തും. ദെൻ ന്യൂ ഇൻഡസ്ട്രിയൽ പാർക്സ്, ഒന്ന് കിൻഫ്ര ഇലക്ട്രോണിക്സ് പാർക്ക് പെരുമ്പാവൂർ, ദെൻ കിൻഫ്ര പെട്രോ കെമിക്കൽ പാർക്ക് അമ്പലമുകൾ. ഇപ്പോൾ യൂണിറ്റി മാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനത്തിന് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം ചെറിയ യൂണിറ്റ് മാളുകൾ പലയിടങ്ങളിലായിട്ട് ആരംഭിക്കും. പിന്നെ കിൻഫ്രയുടെ സ്ഥലം തന്നെ ജോയിൻ വെഞ്ചറായിക്കൊണ്ട് കോ ഡെവലപ്പർ എക്സ്പാൻഷന് കിൻഫ്രയുടെ സ്ഥലം ഉപയോഗിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഈ 2031 നയം മുന്നോട്ട് വയ്ക്കുന്നു. ദെൻ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, നേരത്തത് വിശദീകരിച്ചു കഴിഞ്ഞു. 3806 കോടി രൂപയുടേതാണ്. ഇപ്പോൾ അതിൻ്റെ ടെൻഡർ അവാർഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ. Welcome to an exciting journey through Integrated Manufacturing Cluster Palakkad, a visionary project that's poised to transform the economic landscape of southern India. The Kochi-Bengaluru Industrial Corridor, or KBIC, is one among the 11 industrial corridor program conceptualized for increasing the manufacturing GDP of India. The Kochi-Bangalore Industrial Corridor is the extension of Chennai-Bangalore Industrial Corridor, which connects through Kerala, Tamil Nadu, and Karnataka. The Integrated Manufacturing Cluster Palakkad is the first node identified in Kerala under the KBIC. The project implemented is set to unfold through a special purpose vehicle, SPV, namely Kerala Industrial Corridor Development Corporation Limited, KICDC, a joint venture between the National Industrial Corridor Development Corporation, NICDC, and Kinfra. With a 50-50 equity participation between the state government and the Government of India, IMC Palakkad, the inaugural node of KBIC in the state of Kerala, extends the reach of CBIC, marking the steps towards realizing the broader vision of the Kochi-Bengaluru Industrial Corridor. The Integrated Manufacturing Cluster Palakkad, spread around 1,710 acres across 3 parcels of land in Palakkad district along the NH 544, namely Puducherry Central, Puducherry West, and Kannambra. The proposed infrastructure and utilities for the IMC Palakkad node are arterials, sub-arterials, local road,
Sub-road varying from of 30-meter wide to 9-meter approximately for length of 43.92 kilometer. The other infrastructure like power, potable water, storm water network, CETP, STP, recycled water distribution system are also provided. The IMC will have Integrated Command and Control Center, ICCC, for individual land parcel, where the operation of the total estimated cost of the IMC Palakkad node. Yes, then public sector undertakings. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു റിയാബ് മാറി BPT വന്നു. ഒരു കോമൺ HR പോളിസി ആവിഷ്കരിക്കും. സ്ട്രാറ്റജിക് മെർജേഴ്സ്, ഒരേ സ്വഭാവത്തിലുള്ള PSUകൾ മെർജ് ചെയ്യുന്ന ഇതൊരു പ്രധാന ദൗത്യമായി ഏറ്റെടുക്കും. പിന്നെ തുടർച്ചയായ മഷ്ടത്തിലുള്ളതാണ് ഈ കോർ ആക്ടിവിറ്റി മാറും. പബ്ലിക് സെക്ടറിൽ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ നാനോ ടു ബിഗ് ഇൻഡസ്ട്രീസ്, അതോടൊപ്പം തന്നെ എല്ലാ പ്രദേശങ്ങൾ, എല്ലാ സെഗ്മെൻറ്റുകൾ, സൊസൈറ്റിയുടെ എല്ലാ വിഭാഗങ്ങൾ, ഒപ്പം PSU ആ ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ്. കെൽട്രോൺ ഒരു 2000 കോടി ടേൺ ഓവർ ഉള്ളതായിട്ട് 2031 മാറ്റണമെന്നുള്ളതാണ് ഈ വിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഗ്രോത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഷെയർ കെൽട്രോണിന് കിട്ടാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യും. ദെൻ KMML അവർ മാഗ്നറ്റിക് മിനറൽസിൻ്റെ മാഗ്നറ്റിക് ഇതിലേക്കുള്ള കൂടുതൽ വാല്യൂ അഡീഷൻ, അതിന് ജോയിൻറ്റ് വെഞ്ചേഴ്സിലേക്ക് പോകും. അതോടൊപ്പം തന്നെ മോണോസൈറ്റ് ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ആ മോണോസൈറ്റിൻ്റെ വാല്യൂ അഡീഷനുള്ള ഇപ്പോൾ പൈലറ്റ് പ്രോജക്റ്റിന് അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. TCC ഒരു നെറ്റ് സീറോ എമിഷൻ ബൈ കൺവെർട്ടിംഗ് ബോയിലർ ആൻഡ് ഫ്ലേക്ക് യൂണിറ്റ്. അതുപോലെ KPPL നമ്മൾ ഏറ്റെടുത്തതാണ്. 720 കോടിയുടെ സെക്കൻഡ് സ്റ്റേജ് ഗവൺമെൻറ്റിൻ്റെ അവസാന അനുമതിക്ക് നൽകുകയാണ്. അതോടുകൂടി ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സിലേക്ക് KPPL മാറും. KSTP അതൊരു 500 കോടി ടേൺ ഓവർ ഉള്ളതായിട്ട് 2031 മാറ്റണം. സ്റ്റീൽ ആൻഡ് SIFL 300 കോടി ടേൺ ഓവർ ഉള്ളതായിട്ട് 2031 മാറണം. KPPL 1000 crore കമ്പനിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പുതിയ ഡൈവേഴ്സിഫിക്കേഷൻ കൂടി വരുമ്പോൾ 1000 crore കമ്പനിയായിട്ട് മാറണം. ട്രാവൻകൂർ ടൈറ്റാനിയം പുതിയ വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റിലേക്ക് പോകണം. സിൽക്ക് ഇതുപോലെ തന്നെ ഷിപ്പ്യാർഡുമായി ചേർന്നിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകൾ അതുവഴി വികസിപ്പിക്കാൻ കഴിയണം. KAL ഓട്ടോമോട്ടീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇന്നൊവേഷൻ്റെ പ്രധാന കേന്ദ്രമായി KAL, KEL, അതുപോലെ തന്നെ KSIE ഇവരുമായി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം വിഭാവനം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ക്രാഫ്റ്റ് ഹബ് ലിങ്ക്ഡ് കൾച്ചറൽ പ്രൊഡക്ട്സ്, ടൂറിസവുമായി ചേർന്ന് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വ്യാപിപ്പിക്കും. കൊയർ ആൻഡ് നാച്ചുറൽ ഫൈബറിൻ്റെ ക്ലസ്റ്റർ രൂപീകരിക്കും. അവൻ്റെ പുതിയ ചില തീരുമാനങ്ങൾ നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ B2B പ്ലാറ്റ്ഫോം കൊയറിന് വേണ്ടി ശക്തിപ്പെടുത്തും. കൊയറിൽ തന്നെ ഇൻഡസ്ട്രിയൽ സ്കെയിൽ കൺവെർഷൻ, ഡയറക്റ്റ് ഹസ്ക് കളക്ഷൻ. ഹസ്കാണ് ഇപ്പോൾ നമുക്ക് പ്രധാനമായി ഒരു ബുദ്ധിമുട്ടുള്ളത്. അത് ഹരിത കർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് തൊണ്ട് ശേഖരണത്തിൻ്റെ സാധ്യത LSCDയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് എക്സ്പാൻഷന് വേണ്ടി ശ്രമിക്കും. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ്, R&D. ഇപ്പോഴുള്ള ഫൈബർ ഒന്നുകൂടി സോഫ്റ്റൻ ചെയ്താൽ കുറേ കൂടി മാർക്കറ്റ് ഉണ്ടാകും. അവൻ R&D ഒന്നുകൂടി ശക്തിപ്പെടുത്തും. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, ഇപ്പോൾ നല്ല കേരള ഖാദി, കേരള കൈത്തറി, ഇത് രണ്ടും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് വരുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാകും. എക്യുപ്മെൻറ്റിൻ്റെ എല്ലാം മോഡേണൈസേഷൻ ചെന്നൈ IITയുമായി ചേർന്ന് പദ്ധതി ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഖാദി ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കും. ക്വാളിറ്റി ബെഞ്ച് മാർക്സ് ഡെവലപ്പ് ചെയ്യും. ഡിസൈൻ ആൻഡ് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, മാർക്കറ്റ് ആക്സസ് ആൻഡ് സെയിൽ ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം ഖാദിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ആണ്. ദെൻ ഹാൻഡ്ലൂം, കേരള ടെക്സ്റ്റൈൽസ്, ഹാൻഡ്ലൂമിൻ്റെ തന്നെ കേരള കൈത്തറി ഉണ്ട്. കേരള ടെക്സ്റ്റൈൽസും അടുത്ത വാല്യൂ അഡീഷനിലേക്ക് കിടക്കാമെന്നാണ് കാണുന്നത്. ദെൻ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്, പ്ലാന്റേഷൻ ആൻഡ് റെഗുലേറ്ററി റിഫോംസ്, പ്ലാന്റേഷൻ ഇൻഡസ്ട്രി ആയിട്ട് പരിഗണിക്കുന്നു. പ്ലാന്റേഷൻ ലാൻഡും ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യവും ഈ 2031 വിഷൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ദെൻ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ പാത്ത്, കേരള ലോജിസ്റ്റിക് പാർക്ക് പോളിസി അംഗീകരിച്ചു. കേരള എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസി അംഗീകരിച്ചു. ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്ക് അംഗീകരിച്ചു.
കേരള ESG പോളിസി അഡോപ്റ്റ് ചെയ്തു. ഇതിൻ്റെ ഭാഗമായി 2025 ലോഞ്ച് ചെയ്തത് 2028 പ്രോഗ്രസ്സുകൾ അത് നേരത്തെ പറഞ്ഞ MSMEകളെല്ലാം അതിലേക്ക് എത്തിക്കാനായി പ്രത്യേകമായ സംവിധാനം വരും. 2031 എല്ലാ വ്യവസായങ്ങളെയും ESGയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു കർമ്മ പദ്ധതി ഈ മിഷന്റെ ഭാഗമായിട്ട് ആവിഷ്കരിക്കുന്നു. ദെൻ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് IKGS 2027. 2 വർഷമാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞതിൻ്റെ നല്ല ട്രാൻസ്ഫോർമേഷൻ വന്നു. അടുത്തത് 2027 ഒരു ഗ്രാൻഡ് സ്കെയിൽ ഇവൻ്റായിട്ട് സംഘടിപ്പിക്കും. അതാണ് പ്രധാനമായിട്ടും ഈ 2031 കേരളത്തിലെ വ്യവസായത്തെക്കുറിച്ചുള്ള മിഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ VAA പ്രസൻറ്റേഷൻ കൂടിയുണ്ട്. താങ്ക് യു.